നായിക എത്തിയിട്ടുണ്ട്, നമ്മുടെ ഐശ്വര്യ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏറെ സ്നേഹത്തോടെ നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള വെൽക്കം സ്പീച്ചിന് വേണ്ടി ഡയറക്ടർ സ്വാഗതം ജോമി ജോസ്. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ലേറ്റായി എന്നറിയാം, ഒത്തിരി സംസാരിക്കാനൊന്നും താല്പര്യപ്പെടുന്നില്ല. എന്നാലും വളരെയധികം സന്തോഷത്തോടും അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വേദിയിൽ ആയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഹരിശ്രീ സാറ്, ചേച്ചി, കൂടാതെ ബേബി സാർ, അങ്ങനെ നമ്മുടെ ഒട്ടനവധി നമ്മളെല്ലാം ആരാധിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, മലയാളം ഏറെയധികം സ്നേഹിക്കുന്ന ഒരു കൂട്ടത്തിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ ഫസ്റ്റ് സിനിമയാണ് കയറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആനുകാലികമായിട്ട് നടക്കുന്ന പല സംഭവങ്ങളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സിനിമയാണ് കയറുകൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വിദേശത്തുള്ള മക്കളും അതോടൊപ്പം തന്നെ നാട്ടിൽ തനിച്ച് താമസിക്കുന്ന മാതാപിതാക്കളും കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന, അതായത് മക്കൾ കൂടെ ഇല്ലാതെ മാതാപിതാക്കൾ തന്നെ താമസിക്കുമ്പോഴും വിദേശത്ത് നിന്ന് മക്കൾ ആ മാതാപിതാക്കൾ ഓർത്ത് വേവലാതിപ്പെടുന്നതും അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങൾ എങ്ങനെ തരണം ചെയ്യുന്നതെന്നും ഒക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിരിക്കുന്ന സാറും ജെയിംസ് സാറും ഇവിടെ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എന്നെ പറയുന്നത് എനിക്കറിയില്ല, വളരെയധികം സന്തോഷമുണ്ട്. എന്നാണെങ്കിലും ഈ ഒരു സിനിമയുടെ തീം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളെല്ലാവരും കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കണ്ടതും കേട്ടതുമായ പല കാര്യങ്ങളും ഈ സിനിമയിൽ എനിക്ക് കാണാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഗ്യാരണ്ടിയാണ്. കാരണം ഇന്ന് നമ്മുടെ തൊട്ടപ്പുറത്തെ വീടുകളിൽ, നമ്മുടെ വീടുകളിൽ ഒക്കെ നമ്മൾ അനുഭവിച്ചു പോരുന്ന പല കാര്യങ്ങളാണ് ഈ സിനിമയിൽ. ഒന്നും നമ്മൾ വേറെ ഇല്ലാത്ത സംഭവങ്ങൾ കേട്ട് കളയാക്കി എടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു സിനിമയാണ് കരുതൽ എന്ന് പറയുന്നത്. നമ്മൾ ഏത് റിലേഷനിൽ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു അമ്മ മകൻ ബന്ധമാണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പൊ അപ്പൻ മകൻ ബന്ധം, കൂടാതെ സഹോദരൻ തമ്മിലുള്ള ബന്ധം, സ്നേഹിക്കുന്ന രണ്ട് കാമുകനും കാമുകനും തമ്മിലുള്ള ബന്ധം, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം, ഇതിലെല്ലാം ഒരു ബേസിക് എന്ന് പറയുന്നത് കരുതലാണ്. ആ ഒരു കരുതൽ എന്നൊരു സംഭവം റിലേഷനിൽ ഇല്ലെങ്കിൽ അതൊന്നുമല്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതെല്ലാം കൂടെ സൗഹൃദവും പ്രണയവും കുടുംബ കഥയും എല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സിനിമ കൂടെയാണ് കരുതൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കരുതൽ എന്ന സിനിമയ്ക്ക് പേരിട്ടത് തന്നെ. എന്തായാലും അത്രയും ഒത്തിരി സംസാരിക്കുന്നില്ല. സിനിമ നമ്മൾ ഡിസംബറിലേക്ക് തിയേറ്ററിൽ ഇറക്കാനുള്ള രീതിയിലാണ് കാര്യം മുമ്പോട്ട് നോക്കുന്നത്. അതിനോടനുബന്ധിച്ചാണ് നമ്മളിവിടെ ഓഡിയോ വെച്ച് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. 4 പാട്ടുകളാണ് നമ്മുടെ സിനിമയിലുള്ളത്. എന്തായാലും ആദ്യം തന്നെ ഞാൻ സ്വാഗതം ആശംസിക്കാനായിട്ട് നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥിയായ ഹരിശ്രീ അശോചേട്ടൻ, മലയാള സിനിമാ ലോകത്തെ സീനിയർ താരങ്ങൾ ഒരാളാണ്. നമ്മുടെ എല്ലാം ക്ഷണം സ്വീകരിച്ചത് വളരെ തിരക്കുണ്ടായിട്ട് ഹരിശ്രീ അശോചേട്ടൻ നമ്മുടെ ഈ പരിപാടി പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഹരിശ്രീ അശോചേട്ടനെ വളരെ സ്നേഹത്തോടുകൂടി കരുതൽ ടീമിനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ തൃക്കാക്കരയുടെ MLA ഉമ്മ ചേച്ചി വളരെ എല്ലാവർക്കും കേരളത്തിലുള്ള മലയാളികൾക്ക് പല പ്രദേശങ്ങളിലൊക്കെ എല്ലാവർക്കും വളരെ സുപരിചിതയായ ഒരു MLA ആണ്. ഇവിടെയുള്ള ജനങ്ങളെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് അവരുടെ കാര്യങ്ങൾക്കെല്ലാം വേണ്ട സൊല്യൂഷൻസ് പറഞ്ഞു കൊടുത്തും എല്ലാം ചെയ്തുകൊണ്ടും വളരെ കുറച്ച് നടന്നുകൊണ്ട് ഇവിടെ എല്ലാം പ്രിയം ചെയ്യുന്ന ചേച്ചി വളരെ സ്നേഹത്തോടുകൂടി ഈ ഒരു പരിപാടിയിൽ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ അടുത്ത വിശിഷ്ട അതേപോലെത്തിരിക്കുന്ന നമ്മുടെ മ്യൂസിക് ഡയറക്ടർ മലയാളികൾക്ക് സുപരിചിതനാണ്. അദ്ദേഹം ഒത്തിരി അധികം നല്ല ഒരുപടി സിനിമാ ഗാനങ്ങളൊക്കെ ചെയ്ത മ്യൂസിക് ഡയറക്ടർ ബേബി സാറാണ്. ബേബി സാറിനെ മലയാളമായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ചും ഡിവോഷണൽ രംഗത്തും കൂടാതെ എല്ലാ ഡിവോഷണൽ എല്ലാ മലയാളികൾക്കും ഏറ്റവും സ്നേഹിക്കുന്ന ഒരു ഗായകൻ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ കെസ്റ്റർ സാറിന് നമ്മുടെ സിനിമയിൽ നല്ലൊരു ഗാനം കൂടി ആലപിച്ചിട്ടുണ്ട്. സാറിന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ ബാക്കി 2-3 പാട്ടുകാരുണ്ട്. ഒന്ന് പ്രദീപ് പട്ടുചേട്ടൻ, ഞാൻ ചേട്ടൻ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസിദ്ധ ചാലക്കുടി ചേച്ചി ഓർത്തുകയാണ് ട്രാഫിക്കിലൊക്കെ നിൽക്കും ഉടനെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ബിന്ദുജ എന്ന് പറയുന്നത് ബിന്ദുജ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡറാണ്. ഈ സിനിമയിൽ പാട്ട് പാടിക്കൊണ്ട് ബിന്ദുജ മലയാള സിനിമ ലോകത്തെ പിന്നണി ഗായികയായിട്ട് തുടക്കം വിളിക്കുകയാണ്. ബിന്ദുജയെ വളരെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സിനിമയിലെ മ്യൂസിക് ഡയറക്ടർ നിരവധി, എനിക്ക് തോന്നുന്നു ഒത്തിരി അധികം ഗാനങ്ങൾക്ക് മ്യൂസിക് ചെയ്തിരിക്കുന്ന നമ്മുടെ ജോൺസൺ സാറാണ്. എനിക്ക് 600-700 ഗാനങ്ങൾക്ക് സാറ് സംഗീതം നൽകിയിട്ടുണ്ട്. സാറിനെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു പരിപാടിയിൽ സ്വാഗതം ചെയ്യുന്നു.
പിന്നെ നമ്മുടെ ഈ സിനിമയുടെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് 2 ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് നമ്മുടെ. കൂടാതെ അദ്ദേഹം ഒട്ടനവധി ഗാനങ്ങളും എഴുതിയിട്ടുണ്ട്. ഷൈജു കേരളത്തിൽ ചേട്ടനെ വളരെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്തു. ഷൈജുവിനാണ് ഇവിടെ ഒരു പ്രോഗ്രാം നമുക്കിവിടെ അറേഞ്ച് ചെയ്യുന്നതും കൂടാതെ ഗസ്റ്റുകളൊക്കെ നമുക്ക് ഇവിടെ എത്തിച്ചത് ഷൈജുവിനെ വളരെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ സിനിമയുടെ ഞങ്ങളുടെ കാര്യത്തിൽ ടീമിൽ എടുത്തുകൊണ്ടായിട്ട് ഞങ്ങളുള്ളത് ഞങ്ങളുടെ സിനിമയുടെ ക്യാമറമാനും സ്ക്രിപ്റ്റ് റൈറ്ററുമായ സാബു ജെയിംസ് സാറാണ്. സാബു സാർ എല്ലാവർക്കും അറിയാം, മലയാള സിനിമകൾ എല്ലാവർക്കും, ഇന്ത്യൻ സിനിമകൾ എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. സാറ് നിരവധി തെലുങ്ക് സിനിമകളിൽ സാർ ക്യാമറ ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ സാറ് സിനിമ നിർമ്മിച്ചിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്, ക്യാമറ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ നമുക്ക് സ്ക്രിപ്റ്റും സാർ നമ്മുടെ ഒപ്പം കൈകാര്യം ചെയ്തിരിക്കുന്ന സ്ക്രിപ്റ്റ് ക്യാമറയും സാബു ജെയിംസ് സാർ നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഇവിടെ സിനിമയിൽ റാപ്പ് സോങ് പാടിയിരിക്കുന്നത് നമ്മൾ മലയാള സിനിമ ലോകത്തേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പുതിയൊരു ഗായകനാണ്. തിരുവനന്തപുരത്ത് നിന്ന് വന്ന് വളരെ ഔപചാരികമായിട്ട് ഞാൻ പരിചയപ്പെട്ട ഒരാളാണ് സ്മിസ് ചേട്ടൻ. തിരുവനന്തപുരത്ത് നിന്ന് ഈ ഒരു സിനിമയിൽ റാപ്പ് സോങ് ചേട്ടൻ പാടിയിട്ടുണ്ട്. ആ പാട്ട് എഴുതിയതും പാടുന്നതൊക്കെ ചേട്ടനെ വളരെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ സിനിമയിലെ നായിക പ്രശാന്ത് മുരളിയും ഐശ്വര്യ നന്ദിയും. പ്രശാന്തേട്ടൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കൊടൈക്കനാലൊക്കെ ആയിരുന്നു സിനിമയുടെ ഷൂട്ടിങ്ങിലൊക്കെ ആയിരുന്നു. അതൊന്നും സംശയമായിരുന്നു. പക്ഷേ ചേട്ടൻ ഇന്നലെ കാര്യമായിട്ട് പറഞ്ഞപ്പോൾ ചേട്ടാ എങ്ങനെയെങ്കിലും എത്താമെന്ന് നമ്മളോട് പറഞ്ഞു. കറക്റ്റ് സമയത്ത് തന്നെ പ്രശാന്തേട്ടനോട് എത്തി. പ്രശാന്തേട്ടനെ വളരെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സിനിമയിലെ നായിക ഐശ്വര്യ നന്ദൻ. ഐശ്വര്യ ഡൽഹി ബേസ്ഡാണ്. ഐശ്വര്യ 3ാമത്തെ സിനിമയാണിത്, നായികയുടെ ആദ്യത്തെ സിനിമ. ഐശ്വര്യയുടെയും വളരെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇനി ആർക്കും ഞാൻ എല്ലാവരും എടുത്ത് പറയുന്നില്ല. ഇവിടെ വന്ന എല്ലാവർക്കും, മീഡിയക്കാർക്കും, ഞങ്ങളുടെ PR ദിനേശേട്ടന്മാരും എല്ലാവരും ഉണ്ട്, പൈലാച്ചേട്ടൻ, ശ്രീപുരേട്ടൻ, എല്ലാവരെയും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ കരുതലെന്ന ഈ സിനിമയ്ക്ക് എന്തൊക്കെയോ അനുഗ്രഹങ്ങളുണ്ട്. കാരണം ഒരു പക്ഷേ മോഷൻ പോസ്റ്റർ റിലീസ് നടന്നത് കരുണാലയം എന്ന് പറയുന്ന ഒരു ആതുരാലയത്തിൽ വെച്ചിട്ടാണ്, കോളേജ് ഹോമിൽ വെച്ചിട്ടാണ്. അത് പത്തനംതിട്ട അവിടെ വെച്ചാണ് നടന്നത്. അന്നും ഇതുപോലെ തന്നെ കുറേ അത്ഭുതങ്ങൾ, അവിടെ കുറേ അമ്മമാര് ഫാഷൻ ഷോ ഒക്കെ നടത്തുകയും അവര് ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു സന്തോഷമൊക്കെ അനുഭവിച്ചത് നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടുകയും കുറെ അനുഗ്രഹങ്ങളുടെ ഒരു സിനിമയാണ്. ഇതിന്റെ കണ്ടന്റും അത് തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കരുതൽ, ചേർത്ത് പിടിക്കൽ, ഒന്ന് കാണാനും കേൾക്കാനുമുള്ള മനസ്സ്, ഇതൊക്കെയാണ് ഈ സിനിമ ഏറ്റവും അധികം തിരക്കുകൾക്കിടയിൽ നിങ്ങൾ ഇവിടെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ കരുതൽ ഏറ്റവും അധികം കിട്ടിയിട്ടുള്ള നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായ MLA 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ചടങ്ങിന് എത്തിയതിന് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയങ്കരിയായ MLA ഉമാ തോമസ് മാമിനെ ഏറെ സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ സാബു ജെയിംസ്, പ്രിയപ്പെട്ട ജോണി ജോസ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ ഹരിശ്രീ അശോകൻ, പ്രിയപ്പെട്ട ഷൈജു കേളന്തർ അടക്കം, വേണി സാറടക്കം ഇവിടെ എത്തിയിരിക്കുന്ന ഈ കരുതൽ സിനിമയുടെ അണിയറ ശില്പികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ ഞാൻ ആദ്യമാണ് പലവരെയും പരിചയപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ അഡ്രസ് ചെയ്യാത്തത്. പക്ഷേ സിനിമയുടെ പേര് കൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു കരുതൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സന്തോഷം തോന്നുന്നു. കരുതൽ എന്ന വാക്ക് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് എന്നെ ഈ ചടങ്ങിനെ ക്ഷണിച്ചത് ഷൈജു കേളന്തരെയാണ്. ഷൈജു കേളന്തർ സത്യത്തിലൊരു ബഹുമുഖ പ്രതിഭയാണെന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഏത് രീതിയിലാണെങ്കിലും അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം കർഷകരുടെ ഇടയിൽ ഒരു നല്ല കർഷകനും, അതുപോലെ തന്നെ KPCCയുടെ വിചാർ വിഭാഗത്തിൻ്റെ പ്രധാനിയും, അതുപോലെ തന്നെ സ്കൂളുകളിലും
മറ്റും പഴയ ചരിത്രം എത്തിക്കാനായിട്ട് കുട്ടികളുടെ ഇടയിൽ പല പരിപാടികൾ സംഘടിപ്പിക്കാൻ മികവ് കാണിക്കുന്നതാണ്. അങ്ങനെ എനിക്ക് ഷൈജു നല്ലൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. അങ്ങനെ ഏത് രീതിയിൽ പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഷൈജു ഒരു പാട്ട് എഴുതി എന്നുള്ളത്. ഷൈജു ഇനി പുതിയൊരു കാൽവയ്പ് കൂടെ നടത്തിയിരിക്കുകയാണ് എന്നുള്ളത് വലിയ സന്തോഷമുണ്ട്. ഞാൻ ഷൈജുവിനെ തന്നെ പറ്റി പറയുമ്പോൾ എൻ്റെ മണ്ഡലത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഈ ബഹുമുഖ പ്രതിഭയെ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഈ കരുതൽ എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിങ്ങിന് വരുമോ ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഇലക്ഷൻ കാലമായതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ വലിയ തിരക്കാണ്. സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും നോമിനേഷൻ കൊടുക്കുകയും അതിനിടയ്ക്ക് പല റിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാവുകയും അവരെയെല്ലാം മാറ്റാനായിട്ടുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനിടയ്ക്ക് ഇവിടെ വരാൻ ചിലപ്പോൾ പറ്റുമോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഷൈജുവിൻ്റെ ഒരു വിളി അത് വളരെ പ്രത്യേകതയുള്ളതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും എത്തിച്ചേരും എന്ന് പറഞ്ഞത്. കരുതൽ എന്ന ആ സിനിമയുടെ പേര് വായിച്ചപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലെ കരുതൽ എന്ന ആ വാക്കിൻ്റെ അർത്ഥമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. എന്നെ കരുതിയിരുന്ന എൻ്റെ ആളിൽ നിന്ന് വിട്ടുപോയെങ്കിലും ആ കരുതൽ വളരെയധികം അനുഭവിച്ചയാളാണ് ഞാൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ വാക്കിൻ്റെ അർത്ഥം ഏറ്റവും അന്വർത്ഥമാക്കാൻ തന്നെ മനസ്സിലാകും എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ഇവിടെ കഥയുടെ ഒരു സാരാംശം ചെറുതായിട്ട് പറഞ്ഞപ്പോൾ തന്നെ അങ്ങനെ ഒരു അവസ്ഥ എത്തുക എന്ന് പറയുന്നത് തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അച്ഛനും അമ്മയും ഒക്കെ വീട്ടിൽ തനിച്ചാക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കുട്ടികൾ പലപ്പോഴും പുറത്തേക്ക് പുറം രാജ്യങ്ങളിൽ ഇപ്പോൾ എല്ലാ കുട്ടികളും തന്നെ വിദേശ രാജ്യങ്ങൾ തേടി പോവുകയാണ്. അതിനിടയ്ക്ക് അവരവിടെയും അവരെ രണ്ട് സ്ഥലത്തും രണ്ടാളുകളും ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അവർക്ക് പാരൻസിനെ കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥ. എന്നാൽ അവർ വരാത്തത് കൊണ്ട് ഇവിടെ പരിഭവത്തിന്റെ അവസ്ഥ. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കാനും സാധാരണ ജീവിതത്തിലെ കാര്യങ്ങൾ നടക്കുന്നത് ഈ സിനിമയിലൂടെ അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒരു പക്ഷേ നമ്മളുടെ നാട്ടില് എല്ലാവർക്കും കണ്ണു തുറക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് ആകെ ഏറ്റവും കൂടിപ്പോയാൽ എത്ര വർഷമാണ്, ആ ജീവിതം നമ്മൾ സന്തോഷകരമാക്കാനും അതുപോലെ തന്നെ നമ്മളോടൊപ്പമുള്ളവരുടെ കൂടെ ചേർന്ന് നിൽക്കാനും ഒരുപാട് സൗകര്യങ്ങൾ എന്നുള്ളതിനേക്കാളും സന്തോഷവും സമാധാനവും ഉണ്ടാവുകയാണ് പ്രധാനം എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഈ കരുതൽ എന്ന പേരിൽ തന്നെ എല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് അദ്ദേഹം അമ്മയെ കൊണ്ടുവന്നപ്പോൾ അമ്മയ്ക്ക് എണീക്കാൻ പറ്റില്ല, കാലുവേദനയുണ്ട് എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ അതൊരു കരുതൽ തന്നെയാണ്. ഈ കരുതലാണ് എല്ലാവരും വേണ്ടത് എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ഈ ചടങ്ങിന് ശ്രമിച്ചതിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു. എന്നെ ക്ഷണിച്ചവർക്കൊക്കെ ഒരിക്കൽ കൂടി നമസ്കാരം അറിയിച്ചുകൊണ്ട് ഈ കരുതൽ എന്ന സിനിമ ഈ നാടിനൊരു വിപ്ലവമായി മാറി എല്ലാവരും കാണാനും അതുപോലെ കൂടുതൽ കൂടുതൽ യശസ്സിലേക്ക് ഇത് നീങ്ങാനും സാധ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതിനപ്പുറത്തൊരു വാക്കുകൾ ഇല്ല. താങ്ക് യു സോ മച്ച്. ഒരുപാട് സാധാരണ ഇന്നലെ ഓഡിയോ ലോഞ്ച് ചെയ്യുന്നത് എന്നെ പോലുള്ള മെയിൻ ആങ്കർ അവതാരകരൊന്നും വിളിക്കാറില്ല. സിനിമ നമ്മുടെ ലോഞ്ചിങ് സെറിമണിയൊക്കെ തുടങ്ങാൻ പോവാണ് എന്നൊക്കെ പറയുന്ന അവതാരകന്മാരെയാണ്. പക്ഷെ അതിൽ നിന്ന് മലയാളം മാത്രം അത്യാവശ്യം തട്ടിക്കുട്ടിയൊക്കെ കൊണ്ടുപോകുന്ന ഒരു അവതാരകനെ കാണിച്ച ആ കരുതലിന് ഞാൻ സാറിനോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നുള്ളൂ. താങ്ക് യു സോ മച്ച്. അപ്പൊ അതിൽ നിന്ന് ഇനി നമുക്ക് ഏറ്റവും അധികം ഞാൻ മനസ്സുകൊണ്ട് മിമിക്രി എന്ന കലയെ ആരാധിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കലാകാരൻ എന്ന രീതിയിൽ ഞങ്ങളുടെയൊക്കെ ഗുരുസ്ഥാനികൾ അല്ലെങ്കിൽ ഇന്ന് ഈ കല കൊണ്ട് ഒരുപാട് പേര് മലയാള സിനിമയിലും സിനിമാ മേഖലയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഗുരുസ്ഥാനിയിൽ അതിലുപരി മലയാളികൾക്ക് പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കം തീർത്തുകൊണ്ട് വാക്കുകൾക്ക് അതീതമായി ഇന്ത്യ കൊടുക്കുന്ന ഒരുപിടി നല്ല ഹിറ്റ് സിനിമകളിലൂടെ മലയാള സിനിമയുടെ
സ്വന്തം ചിരിക്കുടുക്ക, നമ്മുടെ സ്വന്തം ആക്ടർ ഹരിശ്രീ അശോകനെ നിറഞ്ഞ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് സാർ. ഏറെ സ്നേഹത്തോടെ അശോകനെ ക്ഷണിക്കുക. എല്ലാവർക്കും നമസ്കാരം. സിനിമ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കരുതൽ വളരെ മനോഹരമായിട്ടുള്ളൊരു പേരാണ്. എന്തൊക്കെ അതിൻ്റെ എന്തൊക്കെ തോന്നിയിട്ടുണ്ട്. പല സിനിമകളും ഇപ്പോൾ ഒന്നുമില്ലാതെ തന്നെ ഓടുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഗംഭീരമാവും. അതാണ് ഈ കരുതൽ. ഷൈലു കിടന്നറ ഒരുപാട് വർഷത്തെ എൻ്റെ സുഹൃത്താണ്. സജിനെ കുറിച്ച് ചേച്ചി പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വൈൽഡ് ഫോട്ടോഗ്രാഫർ തന്നെ ഫോട്ടോസ് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ അയാൾ എന്താണെന്നുള്ളത്. ചിന്തിക്കാൻ പോലും പറ്റാത്ത, നമുക്കൊന്നും ഇത് എങ്ങനെ എടുത്തു എന്ന് ഞാൻ പലപ്പോഴും സജിനോട് ചോദിച്ചിട്ടുണ്ട്. അതിന് ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് ഇരുന്നോട് തന്നെ ഇത്ര ദിവസം ഇരുന്നിട്ടൊക്കെ ചില ഫോട്ടോസൊക്കെ എടുത്തിരിക്കുന്നത് ഭയങ്കരമാണ്. അതൊരു ഇതിൽ 2 പാട്ട് എഴുതുന്നതിലേക്ക് അതിനേക്കാൾ കൂടുതൽ സന്തോഷം. ഇങ്ങനെ ഒരു കഴിവുണ്ടോ? കഴിവുണ്ടെന്ന് എനിക്കറിയാം എഴുതാനായിട്ട്. കാരണം ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരുപാട്, ഇല്ലേ? കുറച്ച് എഴുതിയിട്ടുണ്ട്. അപ്പം സിനിമയ്ക്ക് വേണ്ടി എഴുതാനെങ്കിൽ വേറൊരു മീറ്ററാണ്. അത് കഥയ്ക്കണം എല്ലാം തന്നെയാണ്. പക്ഷെ അതെനിക്ക് വളരെ സന്തോഷം തോന്നി. പിന്നെ അതൊരു സേവനങ്ങൾക്ക് പരസ്പര സഹായങ്ങൾ ചെയ്യാൻ ഒരു സംഘടന ഉണ്ട് ഇവർക്ക്. എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്ന ഒരു സംഘം ആൾക്കാരുടെ കൂടെയാണ് സൈജുവിൻ്റെ യാത്ര. നല്ല കാര്യങ്ങൾ ചെയ്യാനും സഹായിക്കാനും ഉള്ള നല്ല മനസ്സ് സൈജുവിനുണ്ട്. അപ്പം അങ്ങനെ ഒരാൾ എന്നെ സൈജുവിനെ ഈ പരിപാടിക്ക് വിളിക്കുന്നത്, ഞാൻ ആര് വിളിച്ചാലും ഈ നല്ല കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ കയ്യത് വിളിച്ചു വന്നാൽ ഞാൻ തീർച്ചയായിട്ടും വരും. പക്ഷെ കുറച്ച് ചിലപ്പോൾ ലേറ്റാകും. കാരണം ഒരു കഥ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കുറച്ച് നിർത്തിയിട്ടാണ് ഞാൻ പോകുന്നത്. അത് പോയിട്ട് കേൾക്കണം. അപ്പോൾ അത് ഞാൻ പറഞ്ഞപ്പോൾ കുഴപ്പമില്ല. 4 മണിക്ക് തീർന്ന് 4 മണിക്ക് പിന്നെയും കുറച്ച് ബ്ലോക്ക് കിട്ടി. നമ്മുടെ നാട്ടിൽ പുരോഗമനങ്ങൾ നടക്കുന്നതുകൊണ്ട് എല്ലായിടത്തും ബ്ലോക്കാണ്. അതല്ലേ നമുക്ക് കാണുന്നതാണ്. എപ്പോൾ എവിടെ എത്തുമെന്ന് നമുക്ക് പറയാനില്ല. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒന്ന് തൃശ്ശൂർ വരെ പോകണമെങ്കിൽ വളരെ നേരത്തെ ഇറങ്ങിയാൽ മതി തൃശ്ശൂർ സമയത്ത് എത്താൻ പറ്റുള്ളൂ. ബ്ലോക്കെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പം അതാണ് നമ്മൾ ഈ പറയുന്ന കരുതൽ എന്ന് പറയുന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇതിൽ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രശാന്ത്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. കാരണം അഭിനയത്തിൽ ഒരു കള്ളത്തരം കാണിക്കാത്ത ഒരു ആർട്ടിസ്റ്റാണ് പ്രശാന്ത്. ചെയ്ത വേഷങ്ങളെല്ലാം പല വേഷങ്ങൾ ചെയ്യാനുള്ള ഒരു ഫ്യൂച്ചറാണ് പുള്ളിയുടെ രൂപത്തിലുള്ളത്. ഗംഭീരമായിട്ടാണ് എല്ലാ വേഷവും ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ കണ്ടേക്കണം ആദ്യമായിട്ടാണ് ഞങ്ങൾ കണ്ട സാധ്യത. ഇപ്പം ഞാൻ പലരോടും ഇങ്ങനെ പറയാൻ നേരത്തൊക്കെ സൈജിനെ കുറിച്ച് പറയാറുണ്ട്. ഞാൻ അഭിനയിച്ച പടത്തിൽ, ഇപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടത്തിലൊക്കെ നമ്മൾ ഡിസ്കഷൻ വരാൻ നേരത്തൊക്കെ പറയും. കഥ പറയാൻ നേരത്തൊക്കെ ചില കാര്യങ്ങളൊക്കെ ഞാൻ സൈജിനോട് പ്രശാന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രശാന്താണെങ്കിൽ പകുതി മാർക്ക് ആ ക്യാരക്ടറിൻ്റെ ഫേസിൽ തന്നെ ഉണ്ട്, ബാക്കി പകുതി അഭിനയിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെ അതിനൊക്കെ ഒന്നും ഇങ്ങനെ പ്രശാന്തനെ അന്വേഷിക്കുന്നുണ്ട് എന്നുകൂടി പറയാം. എന്തായാലും അങ്ങനെ ആരും കരുതൽ ഇപ്പോൾ വേണ്ട, പറയാൻ പറ്റില്ല. കാരണം സിനിമയാണ്. അതുപോലെ എൻ്റെ ഡയറക്ടർ ഞാൻ പരിചയപ്പെട്ടു. ബേണിയൊക്കെ ഞാനൊക്കെ ബേണി എത്രയോ വർഷമായിട്ട് പള്ളിയിലൊക്കെ കൊയർ കൂട്ടുന്ന സമയത്ത് ഞാനും തബല വായിക്കാനും ബോക്സ് വായിക്കാനും ഒക്കെ ബേണിയായിട്ടൊക്കെ ഉണ്ടായിരുന്നു. സെബാസ്റ്റ്യൻ പാട്ട് പാടുന്നു. അതുപോലെ ചേച്ചി എന്ന് പറഞ്ഞാൽ വളരെ അഭിമാനിക്കാവുന്ന, വളരെ ഇഷ്ടമുള്ള, എല്ലാവരും വളരെ ഇഷ്ടമുള്ള ഒരു MLA എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചേച്ചിയാണ്. എന്ത് കാര്യത്തിലും എപ്പോഴും ചേച്ചി എല്ലാ കാര്യത്തിലും ഉണ്ടാകും. ചേച്ചി മുൻപതിലുണ്ടാകും. വലിയൊരു അപകടം ഉണ്ടായിട്ട് ഒരു ഈശ്വരൻ പറഞ്ഞ് നിൽപ്പവരുണ്ടാകും, സമയമായിട്ടില്ല എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എന്തായാലും ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇതൊരു
പേരിൽ തന്നെ എന്തൊക്കെ ഉണ്ടെന്നുള്ള ഭയങ്കര ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇതിനെ ആദ്യം വേണ്ടത് പ്രൊമോഷനാണ്. ആ പ്രൊമോഷൻ നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ ഏത് സിനിമയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. 1 കോടി രൂപ വെച്ചിട്ടൊരു സിനിമ ചെയ്താലും 100 കോടി രൂപ വെച്ചിട്ട് ഒരു സിനിമ ചെയ്താലും പ്രൊമോഷൻ ഇല്ലാതെ കണ്ട് നമുക്കിത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഡയറക്ടർക്കും ക്യാമറമാനും അഭിനയിച്ചവർക്കും ബാക്കി എല്ലാവർക്കും അതിൻ്റെ എല്ലാ ശക്തിയും ഈശ്വരൻ തരട്ടെ. നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചെയ്താൽ ഇതൊരു നല്ല സിനിമയ്ക്ക് മാറാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റും. ഈ സിനിമ ഒരു ഗംഭീര വിജയമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നല്ല വാക്കുകൾക്ക് നന്ദി. നമുക്ക് അശോകേട്ടൻ ഒരു ആക്ടറെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഈ കലയെ അല്ലെങ്കിൽ സിനിമയെ അത്രയേറെ ഉപാസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കരുതൽ സിനിമയുടെ നായകൻ എല്ലാ തലങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ പ്രശാന്ത് ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തോട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സിനിമയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിന് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. സിനിമ കാണാൻ തുടങ്ങിയ കാലം തൊട്ട് നമ്മൾ മനസ്സിലിട്ട് ആരാധിക്കുന്ന ആക്ടേഴ്സ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. എനിക്ക് ഒരുപാട് സന്തോഷമാണ്. സിനിമ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ല, കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടാണ് സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇത് ജോബി ഇങ്ങനൊരു ചെറിയ സബ്ജക്റ്റാണ് പ്രശാന്തൻ ചെയ്യുന്നതെന്ന് ചോദിച്ച് പിന്നെ ഞാൻ പറഞ്ഞു ഇടാം ഏത് ക്യാരക്ടറാണെന്ന് ചോദിച്ചപ്പോൾ ലീഡ് ക്യാരക്ടറാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ അവരോട് ഇടാം, മാർക്കറ്റില്ല, ആൾക്കാർ ചെയ്ത് പറയണമെന്നില്ല, അങ്ങനെയുള്ള കുറേ റിസ്ക് ഉണ്ട്. അപ്പോൾ പറഞ്ഞതല്ല, അതൊന്നും അല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം നമ്മൾ അനുഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ സിനിമയിലൂടെ പറയുക. അപ്പോൾ അത് പറ്റുന്നവർക്ക് വന്ന് കാണാൻ പറ്റുന്നവർക്ക് ഒന്ന് കാണട്ടെ, അത് മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിൽ പുതിയൊരു ആശയം. അതായത് അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളൊരിക്കലും അങ്ങനെ ചിന്തിക്കില്ല എന്നെനിക്ക് തോന്നിയതുകൊണ്ടാണ് ഓക്കെ നമുക്ക് ശ്രമിച്ചു നോക്കാം, എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ സാബു സാറാണ് എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വീണ്ടും വരുമ്പോൾ ഈ ക്യാമറമാനായിട്ട് മാത്രമേ നമ്മൾ ഇൻഡസ്ട്രിയിൽ സാബു സാറിനെ അറിഞ്ഞിട്ടുള്ളൂ. ഒരു റൈറ്ററും കൂടെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ അതൊരു ഡബിൾ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ സാബു സാർ ഉദ്ദേശിച്ച പോലെ ഒരു രീതിയിലേക്ക് അത് ചെയ്തെത്തിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയൊക്കെ ആളുകൾ സിനിമ കണ്ടിട്ട് പറയട്ടെ. ഇതിനെക്കുറിച്ച് ഇപ്പം ഒരുപാട് സംസാരിച്ചു, പേരിനെ കുറിച്ചും ഇതിന്റെ ടീമിനെ കുറിച്ചൊക്കെ. അപ്പൊ ഇതിൽ പ്രവർത്തിച്ച ഇത് സിനിമയൊക്കെ എടുക്കാനായിട്ട് അഹോരാത്രം പ്രവർത്തിച്ച ജോമി, സാബു സാർ, അതുപോലെ തന്നെ കുഞ്ഞു ടീമിൽ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും ഞാൻ സ്മരിക്കുന്നു. എല്ലാവരോടും ആ സമയത്ത് ഉണ്ടായിരുന്ന സൗഹൃദത്തെയും സ്നേഹത്തെയും ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കുന്നു. ഇതിന് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് പ്രശാന്തി. അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും അധികം താരമൂല്യമുള്ള അല്ലെങ്കിൽ ഹിറ്റുകൾ ഒരുപിടി നല്ല സമ്മാനിച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മലയാള സിനിമയുടെ പ്രമുഖ നിർമ്മാതാവും അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ എല്ലാം ഭാരവാഹിയായിട്ടുള്ള നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ സാർ ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഈ ചടങ്ങിന് തിരക്കുകൾ മാറ്റിവെച്ചെത്തി. താങ്ക് യു സോ മച്ച്. ഏറെ സ്നേഹത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കരുതൽ സിനിമയുടെ ഈ പ്രൊമോഷൻ ഓഡിയോ ലോഞ്ചിന്റെ ഭാഗമായി ഇവിടെ എത്തിയത് ഒരു നല്ല കൈയ്യോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഈ സിനിമയെ പറ്റി, ഇതിന്റെ ഡയറക്ടർ, ക്യാമറമാനെ പറ്റി എല്ലാം ഒരു കരുതലുള്ളതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. തീർച്ചയായിട്ടും ജോലി ആയിക്കോട്ടെ, സൗജന്യമൊക്കെ ആയിക്കോട്ടെ, നമ്മുടെ ഒഴിവിൽ നിന്നുള്ള ആളുകളാണ്. ഞാനും ആയിക്കോട്ടെ ഒഴിവിൽ നിന്നുള്ള വ്യക്തിയാണ്. അപ്പം ജോലിയൊക്കെ ആയിക്കോട്ടെ KCBയിലും മിഷൻ ലീഗിലും ഒക്കെ പ്രവർത്തിച്ച് നല്ല പരിചയമുള്ള നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു പെയിനാണ്. അപ്പോൾ ആള് സിനിമയിലേക്ക് വന്നപ്പോൾ ജോമിയോ അല്ലെങ്കിൽ ജോമിയുടെ സീനിയറായിട്ടുള്ള സാവുചേട്ടനെ സമീപിക്കും. ഇങ്ങനെ സാവുചേട്ടനും ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അതൊക്കെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് ഒക്കെ ആയിക്കോട്ടെ, ഇതെല്ലാം സിനിമ എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ്. അപ്പോൾ ഏത് സിനിമ ഓടുന്നു അല്ലെങ്കിൽ ഏത് സിനിമ ഓടത്തില്ല എന്നൊന്നും അറിയില്ല. ഇപ്പോഴും ഞാനൊരു 4-5 സിനിമകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഓടുന്നത് ഏതാണ് ഓടാത്തതെന്ന് അറിയത്തില്ല. ഒരു കഥ മനസ്സിലൊരു ആശയം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അതൊരു പേപ്പറിലേക്ക് ആയിട്ട് പിന്നീട് ഒരു ഷൂട്ട് ചെയ്ത് സിനിമ കണ്ടിട്ട് പോലും
നമുക്ക് പല സിനിമകളും ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് ഇതൊക്കെ ഇതൊരു 10 കോടി ക്ലബ്ബ്, 50 കോടി ക്ലബ്ബ്, 100 കോടി ക്ലബ്ബിലേക്കൊക്കെ ആയിട്ട് മാറുന്നത്. സോ ഇതൊരു സിനിമ എന്ന് പറയുന്നത് ഒരു പറ്റം ആളുകളുടെ എഫേർട്ടാണ്. അപ്പോൾ ആ എഫേർട്ടിനെല്ലാം ഒരു വാല്യൂ കിട്ടുന്നത് ഇറങ്ങി കഴിയുമ്പോഴാണ്. അപ്പം ജോമിയുടെ ഒപ്പം പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്കെല്ലാം അഭിനന്ദനം അറിയിക്കുന്നതിനോടൊപ്പം ഇതൊരു നല്ല വിജയമായി മാറട്ടെ എന്ന് എനിക്ക് ആശംസിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത് ഞാൻ എൻ്റെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്യുകയാണ്. ഇതിന് പൂർണ്ണ വിജയം ആശംസിക്കുകയാണ്. ബാക്കി എല്ലാവരും തിയേറ്ററുകളിലേക്ക് വന്നു കഴിയുമ്പോൾ ചില സിനിമകളൊക്കെ എങ്ങനെയാണ്, സിനിമ തിയേറ്ററിൽ ചിലപ്പോൾ പെർഫോം ചെയ്തില്ല, OTT-യിലൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് ചിലപ്പോൾ അത് മനസ്സിലാവുന്നത്. കാരണം ആ തിയേറ്ററിലുള്ള സമയത്ത് തന്നെ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ തിയേറ്ററിൽ കാണാൻ പറ്റൂ. അല്ലാത്ത സിനിമകളൊക്കെ ആളുകളുടെ സൗകര്യവും സമയമൊക്കെ നോക്കി OTT-യിലും ഒക്കെയാണ് റിലീസാകുന്നത്. സോ അപ്പോൾ അതുകൊണ്ടിട്ട് OTT-യിലായാലും തിയേറ്ററിലായാലും അതൊരു നല്ല വിജയമായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ടിട്ട് നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. വിജയാശംസകളും ബ്ലെസ്സിങ്ങുമാണ് ഏറ്റവും വലിയ കാര്യം. അടുത്തത് നമുക്ക് ഒരുപിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ചുകൊണ്ട് മലയാള ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് തനിക്ക് ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിക്കാൻ കാരണക്കാരനായ നമ്മുടെ സീനിയർ ആയിട്ടുള്ള മ്യൂസീഷ്യൻ വേണി സാറിനെ ഏറെ സ്നേഹത്തോടെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം സ്വാഗതം ചെയ്യാം. ജയദേവ് പറഞ്ഞ നല്ല വാക്കുകൾ നന്ദി. എൻ്റെ മുമ്പിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരന്മാരെ, ഡ്രീം സോങ് സ്ക്രീൻ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ കരുതൽ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് എന്നെ ക്ഷണിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ഷൈജു കേളത്തലയോടും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരോടും താരങ്ങളോടും മറ്റെല്ലാവരോടും നന്ദി ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. ഇതിൽ പ്രവർത്തിച്ചവരും മുമ്പിലിരിക്കുന്നവരെല്ലാവരും എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെയാണ്. അവരെല്ലാവരും ചേർന്ന് ഒരുക്കുന്ന സിനിമ ഒരിക്കലും മോശം വരുമോ, വളരെ മനോഹരമായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഈ കരുതൽ എന്നുള്ള പേര് ഞാൻ കേട്ടു, അതൊരു ആശയവിനിമയമായിരിക്കും എന്ന് കരുതി. ഇപ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം കൂടുതലായിട്ട് മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കരുതലാണ് കുറഞ്ഞു വരുന്നത്. എന്നോട് പലരും പറയാറുണ്ട്, ഞങ്ങളൊക്കെ കുറച്ചുകൂടി വയസ്സായി കഴിയുമെങ്കിൽ ഞങ്ങൾ നോക്കാൻ ആരുണ്ടാവുമോ, അത് ഒരു വീട്ടിൽ തന്നെ ഒരാൾക്ക് ഒരു സുഖമില്ലാണ്ട് വന്നാൽ അവരെ നോക്കാനാണില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആ സമയത്ത് ഒരു അവബോധം ഉണ്ടാക്കാനായിട്ട് ഈ സിനിമ ഉപകരിക്കുമെങ്കിൽ അത് നാടിന് ചെയ്യുന്ന ഒരു പുണ്യമായിരിക്കും. അങ്ങനെ നാടിൻ്റെ നന്മ ഈ സിനിമയോട് വളർന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇനി ജീവിതഗന്ധികളായ നല്ല കലകളും നല്ല സിനിമകളും നല്ല ഗാനങ്ങളും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കാര്യം ഞാൻ പറയാം, നല്ല കലകളുടെയും നല്ല ഗാനങ്ങളുടെയൊക്കെ പ്രത്യേകത. ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ ഞങ്ങൾ എപ്പോഴും പോലീസിലേക്ക് എന്നെയും ചേട്ടനെയും ഞങ്ങളുടെ ശിഷ്യന്മാർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ദിവസം കൂടെ ഏതെങ്കിലും ഒരു ഹോളിൽ പ്രോഗ്രാമൊക്കെ രാവിലെ ഒരു വൈകുന്നേരം അപ്പോൾ ചേട്ടൻ ചോദിച്ചു, അന്നത്തെ പോലീസ് കമ്മീഷനോട് ചോദിച്ചു, എന്തിനാണ് ഞങ്ങൾ ഈ സംഗീതക്കാരെ നിങ്ങളുടെ കൂട്ടത്തിൽ വിളിച്ചിട്ട് ഒരു ദിവസം കൊണ്ടിട്ട് പാടിക്കണം എന്ന് പറഞ്ഞ് നല്ല കലകളും നല്ല ജീവിതഗതിയായിട്ടുള്ള കലകളും ഗാനങ്ങളും എല്ലാം കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരിക്കലും തിന്മ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ആളുകൾ ഞങ്ങളുടെ ക്രിമിനൽ ലിസ്റ്റിലില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു മാതൃക തന്നെയാണ്. അതിന് ഒരുപാട് വലിയ എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ സിനിമ ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു, വലിയൊരു ഗംഭീര വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഹരിശ്രീ അശോകനൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾ ആദ്യം തബലയൊക്കെ വരാനാണ് തുടങ്ങിയത്. സത്യത്തിൽ അതിൻ്റെ ഒരു കഥ ഞാൻ പറയാം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കാൻ ഞാൻ എറണാകുളം ബസ്സിലേക്ക് കൊയർ വായിക്കാൻ വേണ്ടി വിളിച്ചു, ഹാർമോണിയം വായിക്കാൻ. അപ്പൊ ഞാൻ നേരെ കുർബാന പറഞ്ഞിട്ട് നേരെ കയറിയിട്ട് ഹാർമോണിയം വായിക്കാൻ പറഞ്ഞു. പാട്ടുകാരൻ ഒന്ന് പാടുന്നുണ്ട്. പാട്ട് തുടങ്ങിയപ്പോഴത്തേക്കാണ് ബോഗസിൽ കൂട്ടുന്നുണ്ട്, നന്നായിട്ട് കൂട്ടുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കി അശോകൻ, അദ്ദേഹം എൻ്റെ എത്ര കഥനുണ്ടാവും അല്ലേ. അങ്ങനെ ഒരു ഞങ്ങളൊരു കൂട്ടുകാർ അന്ന് മുതലായി. അത് കഴിഞ്ഞ് പുകയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു പേരെന്താണ്, അശോകൻ. അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി അശോകന്റെ വീട്ടിൽ കൂടി പുകയർ കഴിഞ്ഞ്, അതായത് ഞാൻ ബസ്സിലേക്ക് അവരുടെ തൊട്ട് പറയുന്നത് അശോകന്റെ തറവാട്. പിന്നെ അതൊരു ശീലമായി. പിന്നെ എല്ലാ കുർബാനയും ഞായറാഴ്ച കുറച്ച് നേരം അശോകന്റെ വീട്ടിൽ ചെന്ന് അശോകന്റെ ചേട്ടൻ, പിന്നെ വീട്ടിലെല്ലാവരും അമ്മ എല്ലാവരോടും സംസാരിച്ച് കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകണം. ആ ഓർമ്മ ഇപ്പോഴും മനസ്സിലുണ്ട്. ആ
ആ സ്നേഹം എപ്പോഴുണ്ട്. എപ്പോൾ കണ്ടാലും ഇപ്പോൾ പിന്നെ വലിയ തിരക്കായി എപ്പോഴും കാണാൻ പറ്റുന്നില്ല. എന്നാലും ആ ചെറുപ്പത്തിലുള്ള സ്നേഹം ഇന്നുമുണ്ട്. അതുപോലെ കെസ്റ്റർ, മംഗള, അതുപോലെ ഇങ്ങോട്ട് ഷൈജു കലാനന്ദ നിങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊരു ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടി ഞാൻ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അപ്പം തന്നെ തിരിച്ചു വിളിക്കും. എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു തരാണ്ടെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. ആ ഒരു മനസ്സ് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിങ്ങനെ എല്ലാവരും കിട്ടില്ല. ഈ സ്വാതന്ത്ര്യം പിടിച്ച ഒരു അന്തരീക്ഷവും സാഹചര്യമൊക്കെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള ആൾക്കാർ അവരും ഒരു മാതൃക തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ നിങ്ങൾ അവസരം തന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു സാർ. സാറിന്റെ ശബ്ദം ഇപ്പോഴും ദാസേട്ടനൊക്കെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ തന്നെയാണ് അതിനെ കൊണ്ടുപോലെ കൊണ്ടു നടക്കുന്നത്. താങ്ക് യു സോ മച്ച്. ആ ശബ്ദവും ആ സംഗീതവും നാൾക്ക് നാൾ സർവശക്തൻ കൂടുതൽ കരുതി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരക്കിടയിൽ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നമുക്ക് ഒരു ഓഡിയോ ലോഞ്ചിങ് അല്ലെങ്കിൽ ഇത്തരമൊരു ഫംഗ്ഷന് ഓഡിയോയ്ക്ക് പ്രാധാന്യമുണ്ട്, മ്യൂസിക്കിന് പ്രാധാന്യമുണ്ട്. 4 മികച്ച ഗാനങ്ങളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹത്തിന്റെ 2 വാക്ക് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഏറെ സ്നേഹത്തോടെ ജോൺസൺ മംഗൾ സാറിനെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 4 മണി ആയതുകൊണ്ട് അനക്കൊക്കെ കേട്ടോ. മൊത്തത്തിൽ എല്ലാവരും ഫോണിലേക്കൊക്കെ പോയോ ഇടയ്ക്ക്. ഈ ചടങ്ങിന്റെ കരുതലുണ്ടാവണേ. ഓക്കെ. സമയം വൈകിയത് കാരണം ഞാൻ അധികം നീട്ടുന്നില്ല. പെട്ടെന്ന് ഇതിനെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പ്രിപ്പറേഷനും ഇല്ലായിരിക്കും. എങ്കിലും ഇതിലെ 4 ഗാനങ്ങൾ ഭയങ്കര ഗാനമാണെന്ന് അവകാശപ്പെടുന്നില്ല. എങ്കിലും കേട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത പാട്ടുകൾ ഇത് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഗായകൻ വളരെ നന്നായിട്ട് പാടി. ആ ഗാനങ്ങൾ ഈ സിനിമയ്ക്ക് എൻ്റെ വിജയത്തിന് സഹായിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ട്. അതിന് സാധിച്ചില്ല. നന്ദി പറയുന്നത് നിർത്തുന്നു. ഇനി സമയം വളരെയധികം അതിക്രമിച്ചു. ഇനി ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അശോക് ചേച്ചിക്ക് കൊടുത്തുകൊണ്ട് ഒരു നല്ല കൈയ്യടി കൊടുക്കാം. താങ്ക് യു സോ മച്ച്. കരുതൽ സിനിമയുടെ സംഗീതം ഇതാ കലാകേരളത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ പാട്ടിന്റെ ഔപചാരികമായി നമ്മൾ കേൾക്കാൻ പോകുന്നത് ലിസിൻ സാറിന്റെ കൈകളിലൂടെയാണ്. അപ്പോൾ അത് നമുക്ക് ഓഡിയോ